ഹലോ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും +1 കെമിസ്ട്രി പരീക്ഷയുടെ ആദ്യഘട്ട തയ്യാറെടുപ്പ് പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കും. നോക്കൂ, +1 കെമിസ്ട്രി എക്സാമിന് തയ്യാറെടുക്കുന്നതിനായി 14 ചാപ്റ്ററുകളെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഫോക്കസ് ഏരിയ ക്ലാസ്സുകൾ നിങ്ങൾക്ക് നൽകിയിരുന്നു. നമ്മളിന്ന് ഈ ഫോക്കസ് ഏരിയ ക്ലാസ്സുകളെ ബേസ് ചെയ്തുകൊണ്ടുള്ള മോഡൽ ചോദ്യങ്ങൾ ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് പറയുകയാണ്. ഈ ചോദ്യങ്ങൾ കൂടി ചെയ്ത് പരിശീലിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായും മുഴുവൻ മാർക്ക് ലഭിക്കും. ഓരോ ചാപ്റ്ററിൽ നിന്നായിട്ടുള്ള മോഡൽ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങൾ വളരെ വേഗത്തിലുമായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഈ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കൂട്ടുകാർ ആ ചാപ്റ്ററിൻ്റെ ഫോക്കസ് ഏരിയ ക്ലാസ് കണ്ട് ആ ചോദ്യങ്ങൾ ക്ലിയറാക്കി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുക. നമുക്ക് സെക്ഷൻസ് തിരിച്ചാണ് പരീക്ഷ. അതുകൊണ്ട് തന്നെ ഓരോ സെക്ഷനിൽ നിന്നും പറയുന്ന റിക്വയർഡ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിന് നമ്മൾ ആൻസർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനെല്ലാം സഹായകമാകുന്ന രൂപത്തിലാണ് നമ്മൾ ഈ മോഡൽ ചോദ്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. നോക്കൂ, നമ്മുടെ ആദ്യ ചാപ്റ്റർ സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി. ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചോദ്യങ്ങൾ. ആദ്യ ചോദ്യം, ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ സ്റ്റേറ്റ് ചെയ്യാൻ. ഒരു എക്സാമ്പിൾ ഉപയോഗിച്ചുകൊണ്ട് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ സ്റ്റേറ്റ് ചെയ്യാൻ. നോക്കൂ, നിങ്ങൾക്കറിയാം ഒരു കോമ്പൗണ്ട് അത് ഏത് സോഴ്സിൽ നിന്ന് എടുത്തുകൊള്ളട്ടെ. ഉദാഹരണം വാട്ടർ, നിങ്ങൾക്ക് ഏത് സോഴ്സിൽ നിന്ന് വേണമെങ്കിലും എടുക്കാം. ഏത് സോഴ്സിൽ നിന്ന് എടുത്താലും വാട്ടറിലെ ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും ഭാരങ്ങൾ തമ്മിലുള്ള റേഷ്യോ ഫിക്സഡ് ആയിരിക്കും. അത് 2:16 അഥവാ 1:8 എന്ന റേഷ്യോയിലായിരിക്കും. സെയിം കോമ്പൗണ്ട് ആൾവേസ് കണ്ടെയ്ൻസ് ഫിക്സഡ് പ്രൊപ്പോർഷൻ ഓഫ് എലമെൻറ്റ്സ് ബൈ വെയ്റ്റ് എന്നുള്ളതാണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. ഇത് പ്രൊപ്പോസ് ചെയ്ത സയൻറ്റിസ്റ്റ് ജോസഫ് പ്രൂസ്റ്റ്. ഈ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ ഇത് ഓരോ മാർക്കിൻ്റെ ചോദ്യങ്ങളായി ലഭിക്കും. രണ്ടാമതായി, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ സ്റ്റേറ്റ് ചെയ്യാൻ. സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. അതുപോലെ ഹൂ പ്രൊപ്പോസ്ഡ് ദിസ് ലോ. ഇങ്ങനെ രണ്ട് ചോദ്യങ്ങൾ വരാം. നോക്കൂ, രണ്ട് എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്ത് ഒന്നിലേറെ കോമ്പൗണ്ട്സ് ഉണ്ടാകുമ്പോൾ അതിൽ ഒരു എലമെൻറ്റിൻ്റെ ഭാരം ഫിക്സഡ് ആയിരിക്കുകയും രണ്ടാമത്തെ എലമെൻറ്റിൻ്റെ ഭാരം ഡിഫറൻ്റ് ആയിരിക്കുകയും ചെയ്യും. ഈ ഡിഫറൻറ്റ് മാസുകൾ തമ്മിൽ ഒരു സിമ്പിൾ റേഷ്യോ ഉണ്ടായിരിക്കും എന്ന് പറയുന്നതാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ഉദാഹരണം, ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന H2O, H2O2 എന്നിങ്ങനെ രണ്ട് കോമ്പൗണ്ട്സ് ഉണ്ടാകുന്നു. രണ്ടിടത്തും ഹൈഡ്രജൻ്റെ ഭാരം ഫിക്സഡാണ് 2. ഓക്സിജൻ്റെ ഭാരം ആദ്യ കോമ്പൗണ്ടിൽ 16, രണ്ടാമത്തെ കോമ്പൗണ്ടിൽ 32. അപ്പോൾ അവർ തമ്മിലുള്ള റേഷ്യോ 16:32. അപ്പോൾ 1:2. കണ്ടോ? When two elements combines to form more than one compound, the different masses of one element that combines with the fixed mass of other are in a ratio of small whole numbers. ചിലപ്പോൾ ഈ ചോദ്യം ചോദിക്കുക മറ്റൊരു രൂപത്തിലായിരിക്കും. കോമ്പൗണ്ട് തന്ന ശേഷം ഈ കോമ്പൗണ്ട്സ് ഉപയോഗിച്ച് ഇല്ലുസ്ട്രേറ്റ് ചെയ്തിരിക്കുന്ന നിയമം ഏതെന്നായിരിക്കും ചോദ്യം. ഫോർ എക്സാമ്പിൾ, ഐഡന്റിഫൈ ദി ലോ ഇല്ലുസ്ട്രേറ്റഡ് ബൈ ദി പെയർ ഓഫ് കോമ്പൗണ്ട്സ് H2O ആൻഡ് H2O2 അല്ലെങ്കിൽ CO ആൻഡ് CO2. ഇങ്ങനെ പെയർ ഓഫ് കോമ്പൗണ്ട്സ് തന്നിട്ട് അവിടുന്ന് ഈ കോമ്പൗണ്ട്സ് ഉപയോഗിച്ച് ഇല്ലുസ്ട്രേറ്റ് ചെയ്തിരിക്കുന്ന നിയമം ഏതെന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ തിരിച്ചറിയണം ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ഇത് പ്രപ്പോസ് ചെയ്തിരിക്കുന്ന സയൻറ്റിസ്റ്റ് ജോൺ ഡാൾട്ടൺ. ഇനി ഈ ചാപ്റ്ററിൽ നിന്ന് ചോദ്യം വരുന്നത് വാട്ട് ഈസ് 1 മോൾ. മോൾ കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. എന്താണ് 1 മോൾ? 1 mole is the amount of substance which contains Avogadro's number of particles. നിങ്ങൾക്ക് അറിയാം. ദെൻ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനും നമ്പർ ഓഫ് ആറ്റങ്ങൾ കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങളുണ്ടായിരിക്കും. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ ഗിവൺ മാസ് ബൈ മോളാർ മാസ്, അല്ലെങ്കിൽ ഗിവൺ വോളിയം ബൈ മോളാർ വോളിയം, അല്ലെങ്കിൽ ഗിവൺ നമ്പർ ബൈ അവഗാഡ്രോ നമ്പർ എന്ന ഈ ഇക്വേഷൻസ് ഉപയോഗിക്കാം. ചിലപ്പോൾ നമ്പർ ഓഫ് ആറ്റങ്ങൾ കണ്ടുപിടിക്കാനായിരിക്കും ചോദ്യം. ഉദാഹരണം, 180 ഗ്രാം H2O എത്ര ആറ്റങ്ങളുണ്ട്? കാൽക്കുലേറ്റ് ദി നമ്പർ ഓഫ് ആറ്റംസ് ഇൻ 180 ഗ്രാം H2O. അപ്പോൾ നിങ്ങൾ ആദ്യം നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കാൻ ചോദിച്ചാലും ആദ്യം നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക. നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ മോളാർ മാസ് 180/18. സോ 10 മോൾ എന്ന് കിട്ടും. 10 മോൾ വാട്ടർ എന്ന് പറഞ്ഞാൽ 10 × 6.022 × 10⁻23 H2O മോളിക്യൂൾസ് ആണ്. ഒരു H2O മോളിക്യൂൾ 3 ആറ്റങ്ങളാണ്. അതുകൊണ്ട് ഇത്രയും H2O മോളിക്യൂളിലെ ആറ്റങ്ങളുടെ എണ്ണം 3 × 10 × 6.022 × 10⁻23. മറ്റൊരു ചോദ്യം, വാട്ട് ഈസ് 1 AMU? 1 AMU എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 1/12th മാസ് ഓഫ് 1 കാർബൺ 12 ആറ്റം. ഇനി ഒരു AMU എത്ര ഗ്രാമാണ്? 1 AMU is equal to 1/6.022 × 10⁻23 ഗ്രാം. അതുപോലെ മറ്റൊരു ചോദ്യം, ഒരു എലമെൻറ്റിൻ്റെ ഭാരം ഗ്രാമിൽ പറയാൻ ചോദിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു നിയോൺ ആറ്റത്തിൻ്റെ ഭാരം എത്ര ഗ്രാമാണ്? നിങ്ങൾക്കറിയാം നിയോൺ ആറ്റത്തിൻ്റെ ഭാരം പറയുന്നത് AMUലാണല്ലേ. 10 AMU. ഒരു AMU എത്ര ഗ്രാമാണ്? 1/6.022 × 10⁻23 ഗ്രാം. അപ്പോൾ ഒരു നിയോൺ ആറ്റത്തിൻ്റെ ഭാരം ഗ്രാമിൽ പറയാൻ പറഞ്ഞാൽ 10 × 1/6.022 × 10⁻23 ഗ്രാം. ഇങ്ങനെയാണ് നിങ്ങൾ എലമെൻസിൻ്റെ ഭാരം ഗ്രാമിൽ പറയുക. മറ്റൊരു ചോദ്യം ഈ ഭാഗത്ത് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഈ ചോദ്യം ഇല്ലാത്ത ചോദ്യപേപ്പറുകൾ വളരെ വിരളമായിരിക്കും. ലിമിറ്റിംഗ് റിയേജൻറ്റും അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും. വാട്ട് ഈസ് ലിമിറ്റിംഗ് റിയേജൻറ്റ്? എന്താണ് ലിമിറ്റിംഗ് റിയേജൻറ്റ്? ഇറ്റ് ഈസ് ദ റിയേജൻറ്റ് വിച്ച് കൺസ്യൂംഡ് ഫസ്റ്റ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ഒരു രാസപ്രവർത്തനത്തിൽ ആദ്യം കൺസ്യൂം ചെയ്ത് തീരുന്ന റിയാക്ടൻറ്റിനെ വിളിക്കുന്ന പേരാണ് ലിമിറ്റിംഗ് റിയേജൻറ്റ്. ഇനി ഒരു രാസപ്രവർത്തനം എന്ന ശേഷം അതിലെ ലിമിറ്റിംഗ് റിയേജൻറ്റ് ആര് എന്ന് കണ്ടെത്താൻ ചോദിക്കും. ഫോർ എക്സാമ്പിൾ, 50 ഗ്രാം H2 reacts with 100 gram N2 according to the equation N2 + 3H2 gives 2NH3. Identify the limiting reagent and calculate the amount of product formed. ഇങ്ങനെ ഒരു രാസപ്രവർത്തനം നടന്ന ശേഷം
അതിൽ റിയാക്റ്റൻറ്റുകളുടെ അളവ് തരുന്നു, ആരാണ് ലിമിറ്റിംഗ് റിയേജൻ്റ് ചോദിക്കും. അപ്പോൾ നിങ്ങൾ സ്റ്റോഷിയോമെട്രിക് കാൽക്കുലേഷൻ നടത്തി ആദ്യം ലിമിറ്റിംഗ് റിയേജൻറ്റിനെ കണ്ടെത്തണം. ലിമിറ്റിംഗ് റിയേജൻറ്റ് വെച്ചിട്ട് വേണം എമൗണ്ട് ഓഫ് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ. ആരാണോ ലിമിറ്റിംഗ് റിയേജൻറ്റ് അയാളാണ് പ്രോഡക്റ്റിൻ്റെ അളവിനെ തീരുമാനിക്കുന്നത്. അപ്പോൾ ഒരു രാസപ്രവർത്തനത്തിൽ ആദ്യം റിയാക്ട് ചെയ്തിരുന്ന ലിമിറ്റിംഗ് റിയേജൻറ്റ് ആദ്യം ഉപയോഗിച്ച് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ ഏറ്റവും പ്രാധാന്യത്തോടെ നോക്കേണ്ട ചോദ്യങ്ങൾ. ദെൻ സെക്കൻഡ് ചാപ്റ്റർ സ്ട്രക്ചർ ഓഫ് ആറ്റം. അവിടെ നിന്ന് ഒത്തിരി ചോദ്യങ്ങൾ വരാം. ആ ചോദ്യങ്ങളെല്ലാം ശ്രദ്ധിക്കും. ഫസ്റ്റ് വൺ, വാട്ട് ഈസ് തോംസൺസ് മോഡൽ ഓഫ് ആറ്റം? പ്ലം പുഡിംഗ് മോഡൽ അല്ലേ? നിങ്ങൾക്കറിയാം, ഒരു ആറ്റം എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് മാസ് നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഫിയറാണ്. അവിടെ തണ്ണിമത്തനിൽ വിത്ത് എന്ന പോലെ, വാട്ടർ മെലൻസിൽ സീഡ്സ് എന്ന പോലെ ആറ്റത്തിൽ ഇലക്ട്രോൺസ് അറേഞ്ച് ചെയ്തിട്ട് നിൽക്കുന്നു എന്ന് പറയുന്ന വാട്ടർ മെലൻ മോഡൽ. രണ്ടാമത്തെ ചോദ്യം, ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റിൻ്റെ റിസൾട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കും. അറിയാമല്ലോ, ഒരു ഗോൾഡ് ഫോയിലൂടെ ആൽഫ റേസ് കടത്തിവിട്ട എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ കണ്ട റിസൾട്ട് എന്തൊക്കെയാണ്? മോസ്റ്റ് ഓഫ് ദി ആൽഫ റേസ് പാസ്ഡ് ത്രൂ ദി ഗോൾഡ് ഫോയിൽ, ഫ്യൂ ആൽഫ പാർട്ടിക്കിൾസ് ഗെറ്റ് ഡിഫ്ലക്റ്റഡ്, അതുപോലെ ദി വെരി ഫ്യൂ ആൽഫ പാർട്ടിക്കിൾസ് ബൗൺസ്ഡ് ബാക്ക്. അതിൻ്റെ അർത്ഥം മോസ്റ്റ് ഓഫ് ദി സ്പേസ് ഇൻസൈഡ് ആൻ ആറ്റം ഇസ് എംപ്റ്റി. ദെൻ റുദർഫോർഡിൻ്റെ മോഡൽ ഓഫ് ആറ്റം, പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം എന്താണെന്നൊരു ചോദ്യം. അറിയുക, ഒരാറ്റത്തിൻ്റെ പോസിറ്റീവ് ചാർജ് മാസും അതിൻ്റെ സെൻറ്ററിലാണ്. അതിനെ ചുറ്റി ഇലക്ട്രോണുകൾ സർക്കുലാർ പാതകളിലൂടെ സഞ്ചരിക്കുന്നു. ഇതൊരു സോളാർ സിസ്റ്റത്തെ റെസംബിൾ ചെയ്യുന്നതുകൊണ്ട് ഇത് പ്ലാനറ്ററി മോഡൽ എന്നറിയപ്പെടും. അവിടെ നിന്നും കൂട്ടുകാർ അറ്റോമിക് നമ്പറും മാസ് നമ്പറും തന്നിരുന്നാൽ പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും എണ്ണം കണ്ടുപിടിക്കാൻ അറിയാം. ഒരാറ്റത്തിലെ പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും എണ്ണം തുല്യമായിരിക്കും അറ്റോമിക് നമ്പർ, പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും എണ്ണത്തിൻ്റെ തുക മാസ് നമ്പർ. പ്രോട്ടോണിൻ്റെ ഇലക്ട്രോണിൻ്റെ എണ്ണം തുല്യമായിരിക്കും അറ്റോമിക് നമ്പർ, പ്രോട്ടോണിൻ്റെ ന്യൂട്രോണിൻ്റെ എണ്ണത്തിൻ്റെ തുക മാസ് നമ്പർ. ദെൻ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഐസോടോപ്സ് ആൻഡ് ഐസോബാർസ്. ഒരേ അറ്റോമിക് നമ്പറും ഡിഫറൻറ്റ് മാസ് നമ്പറും ഉള്ളവരാണ് ഐസോടോപ്സ്. തിരിച്ച് ഒരേ മാസ് നമ്പറും ഡിഫറൻറ്റ് അറ്റോമിക് നമ്പറും ഉള്ളവരുടെ പേര് ഐസോബാർസ്. മറ്റൊരു ചോദ്യം, ലിമിറ്റേഷൻസ് ഓഫ് റുദർഫോർഡ്സ് മോഡൽ. ഇത്രയും നേരം പറഞ്ഞ ചോദ്യങ്ങൾ ഈ ചാപ്റ്ററിലെ കുറച്ച് പ്രാധാന്യമുള്ള ചോദ്യമാണ്. ലിമിറ്റേഷൻസ് ഓഫ് റുദർഫോർഡ്സ് മോഡൽ നോക്കൂ. ഇറ്റ് ഫെയിൽസ് ടു എക്സ്പ്ലെയിൻ സ്റ്റെബിലിറ്റി ഓഫ് ആൻ ആറ്റം, അതുപോലെ ഫെയിൽസ് ടു എക്സ്പ്ലെയിൻ ഹൈഡ്രജൻ സ്പെക്ട്രം. ഇത് രണ്ടുമാണ് ലിമിറ്റേഷൻസ്. ദെൻ വാട്ട് ആർ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ്? ഒരു മാർക്ക് ചോദ്യമാണ്. സോ ദി വേവ്സ് ഓർ റേഡിയേഷൻസ് ദാറ്റ് അസോസിയേറ്റഡ് വിത്ത് ബോത്ത് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്, അവരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ്. അവരുടെ അറേഞ്ച്മെൻറ്റിൻ്റെ പേര് ഓർത്തിരിക്കുക, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. അത് ഒരു മാർക്ക് ചോദ്യമാണ്. ദെൻ മാക്സ് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി സ്റ്റേറ്റ് ചെയ്യാൻ ചോദിക്കാം. എന്താണ് മാക്സ് പ്ലാങ്കിൻ്റെ ക്വാണ്ടം തിയറി? ഒരു വസ്തു എനർജി അബ്സോർബ് ചെയ്യുന്നതും എമിറ്റ് ചെയ്യുന്നതും റേഡിയേഷൻ്റെ ഫോമിൽ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും. പേര് മാക്സ് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി. ദെൻ എന്താണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്? ഇറ്റ് ഈസ് ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം എ മെറ്റൽ സർഫസ് വെൻ ലൈറ്റ് ഓഫ് സ്യൂട്ടബിൾ ഫ്രീക്വൻസി ഫാൾസ് ഓൺ ഇറ്റ്. ഒരു മെറ്റൽ സർഫസിലേക്ക് സ്യൂട്ടബിൾ ഫ്രീക്വൻസിയിലുള്ള ലൈറ്റ് വന്ന് വീഴുമ്പോൾ ഇലക്ട്രോൺസ് പുറത്തേക്ക് പോകുന്ന എഫക്റ്റിൻ്റെ പേര് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ ഒരു ചോദ്യമാണ്. H nu - H nu 0 = ½ mv². ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കാവുന്നത്, പ്രോബ്ലം ചോദിക്കാവുന്നത്. ഒരു മെറ്റൽ സർഫസിൻ്റെ ത്രഷോൾഡ് ഫ്രീക്വൻസി തരും. ത്രഷോൾഡ് ഫ്രീക്വൻസി ഫോർ എ മെറ്റൽ സർഫസ് ഈസ് തരും. അവിടേക്ക് വന്ന് വീഴുന്ന റേഡിയേഷൻ്റെ ഫ്രീക്വൻസിയും തരും. റൈറ്റ്? അപ്പോൾ ഒരു മെറ്റൽ സർഫസിലേക്ക് റേഡിയേഷൻ വന്ന് വീഴുമ്പോൾ ഇലക്ട്രോൺസ് പുറത്തേക്ക് പോകുന്ന എഫക്റ്റ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഇത് ഒബ്സർവ് ചെയ്യണമെങ്കിൽ റേഡിയേഷൻ ഉണ്ടായിരിക്കേണ്ട മിനിമം ഫ്രീക്വൻസി ത്രഷോൾഡ് ഫ്രീക്വൻസി അത് ചോദ്യത്തിൽ തരും. വന്ന് വീഴുന്ന റേഡിയേഷൻ്റെ ഫ്രീക്വൻസിയും തരും. പുറത്തേക്ക് പോകുന്ന ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കണം. അതിന് H nu - H nu 0 = ½ mv² എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കുക. ചോദ്യങ്ങൾ നമ്മൾ ഫോക്കസ് ഏരിയ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ദെൻ അതുപോലൊരു ചോദ്യമാണ്, പുറത്തേക്ക് പോകുന്ന ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി അതുപോലെ നമ്പേഴ്സ് ഇതാരെ ആശ്രയിച്ചിരിക്കും? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ ഭാഗമായിട്ട് പുറത്തേക്ക് പോകുന്ന ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി വന്ന് വീണ റേഡിയേഷൻ്റെ ഫ്രീക്വൻസിയെയും പുറത്തേക്ക് പോകുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണം വന്ന് വീണ റേഡിയേഷൻ്റെ ഇൻറ്റൻസിറ്റി ആശ്രയിച്ചിരിക്കും. ദെൻ എക്സ്പ്ലെയിൻ ഹൈഡ്രജൻ സ്പെക്ട്രം. ഹൈഡ്രജൻ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിഞ്ഞിരിക്കുക. ഹൈഡ്രജൻ ആറ്റത്തിനെ അതിലൂടെ ഇലക്ട്രിക് ഡിസ്ചാർജ് പാസ് ചെയ്യുമ്പോൾ അതിലെ എനർജറ്റിക്കലി എക്സൈറ്റഡ് ആയ ഇലക്ട്രോൺസ് 6 സീരീസ് ഓഫ് ലൈൻസിലായിട്ട് റേഡിയേഷൻസിനെ എമിറ്റ് ചെയ്യും. ലേമാൻ സീരീസ്, ബാൾമർ സീരീസ്, പാഷൻ സീരീസ്, ബ്രാക്കറ്റ് സീരീസ്, ഫൺ സീരീസ്. ഈ 6 സീരീസ് ഓഫ് ലൈൻസ് ഉൾപ്പെടുന്ന ഹൈഡ്രജൻ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിഞ്ഞിരിക്കുക. ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ ഒരു ലൈനിൻ്റെ വേവ് നമ്പർ കണ്ടെത്താൻ അറിഞ്ഞിരിക്കുക. ഇക്വേഷൻ റിഡ്ബർഗ് ഇക്വേഷൻ ഉപയോഗിച്ച്. ഫോർ എക്സാമ്പിൾ, കാൽക്കുലേറ്റ് ദി വേവ് നമ്പർ ഓഫ് സെക്കൻഡ് ലൈൻ ഇൻ ബാൾമർ സീരീസ്. ബാൾമർ സീരീസിലെ രണ്ടാമത്തെ ലൈനിൻ്റെ വേവ് നമ്പർ കണ്ടെത്താൻ. അപ്പോൾ അവിടെ നമ്മൾ റിഡ്ബർഗ് ഇക്വേഷൻ ഉപയോഗിക്കണം. ന്യൂബാർ വേവ് നമ്പർ ന്യൂബാർ ഇസ് ഈക്വൽ ടു 109677 × 1/n1² - 1/n2². n1 എന്ന് പറഞ്ഞാൽ ഒരു ലൈൻ എങ്ങോട്ട് വന്നു, n2 എന്ന് വെച്ചാൽ എവിടേക്ക് വന്നു. ഇപ്പോൾ ബാൾമർ സീരീസിലെ സെക്കൻഡ് ലൈൻ ആണെങ്കിൽ അതിന് നിങ്ങൾ ഹൈഡ്രജൻ സ്പെക്ട്രത്തിൻ്റെ ചിത്രം അറിഞ്ഞിരിക്കണം. ബാൾമർ സീരീസിലെ സെക്കൻഡ് ലൈൻ ആണെങ്കിൽ അത് വന്നിരിക്കുന്നത് ബാൾമർ സീരീസ് ആയതുകൊണ്ട് 2ലേക്കാണ്. സോ n1 2. ഫസ്റ്റ് ലൈൻ വരുന്ന 3 - 2ലേക്ക്, സെക്കൻഡ് ലൈൻ വരുന്ന 4 - 2ലേക്ക്. സോ n2 4 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ദെൻ ബോർ മോഡലിൻ്റെ പോസ്റ്റുലേറ്റ്സ് ചോദിക്കാറുണ്ട്. റൈറ്റ് ദി പോസ്റ്റുലേറ്റ്സ് ഓഫ് ബോർ മോഡൽ. ഏതെങ്കിലും 4 പോസ്റ്റുലേറ്റ്സ് ചെയ്താൽ ഫുൾ മാർക്ക് കിട്ടും. നോക്കൂ,
നിങ്ങൾക്കറിയാം ഹൈഡ്രജൻ ആറ്റത്തിലെ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിനെ ചുറ്റി ഫിക്സഡ് എനർജിയും റേഡിയസുമുള്ള സർക്കുലാർ പാതകളിലൂടെ കറങ്ങുന്നു. അവയുടെ പേര് ഓർബിറ്റ്സ് എന്നാണ്. ഒരു ഓർബിറ്റിലൂടെ കറങ്ങുന്ന ഇലക്ട്രോണിൻ്റെ എനർജി സമയത്തിനനുസരിച്ച് മാറില്ല. അതുകൊണ്ട് അതിനെ സ്റ്റേഷനറി സ്റ്റേറ്റ് എന്ന് വിളിക്കും. ഒരു ഓർബിറ്റിലൂടെ കറങ്ങുന്ന ഇലക്ട്രോണിൻ്റെ എനർജി മാറാത്തത് സ്റ്റേഷനറി സ്റ്റേറ്റ്സ് ആയതുകൊണ്ടാണ്. ഒരു ഷെല്ലിൽ നിന്ന് അടുത്ത ഷെല്ലിലേക്ക് ഇലക്ട്രോൺ ജമ്പ് ചെയ്യുമ്പോഴാണ് എനർജി അബ്സോർബ് ചെയ്യുക അല്ലെങ്കിൽ എമിറ്റ് ചെയ്യുക. ദാറ്റ് മച്ച് എനർജി ഡെൽറ്റ ഈസ് ഈക്വൽ ടു E2 - E1 എന്നറിയാം. ദെൻ H ന്യൂ സമയം E2 - E1. അത് അവിടുന്ന് ന്യൂ കണ്ടുപിടിക്കാം. E2 - E1/h. ഒരു ഓർബിറ്റിലൂടെ കറങ്ങുന്ന ഇലക്ട്രോണിൻ്റെ ആംഗുലാർ മൊമെൻറ്റം MVR is equal to n into h/2π. റേഡിയസ് Rn is equal to n² into 52.9 picometer. എനർജി En is equal to -RH into 1/n². ഇതാണ് ആ ചോദ്യങ്ങൾ. ദെൻ മറ്റൊരു ചോദ്യം, വൈ ബോർ മോഡൽ ഈസ് സ്യൂട്ടബിൾ ഫോർ ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ്? എന്തുകൊണ്ടാണ് ബോർ മോഡൽ ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസിന് സ്യൂട്ടബിൾ ആയിരിക്കുന്നത്? അപ്പോൾ ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസിൻ്റെ റേഡിയസ് കണ്ടെത്താൻ Rn is equal to n² into 52.9 picometer/z എന്ന ഇക്വേഷനും എനർജി കണ്ടെത്താൻ -RH into z²/n² എന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. Z ഈസ് ദ ആറ്റോമിക് നമ്പർ ഓഫ് ദാറ്റ് സ്പീഷീസ്. ഉദാഹരണം ഹീലിയം പ്ലസ് ഒരു ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസാണ്, 1 ഇലക്ട്രോൺ സിസ്റ്റമാണ്. അതിൻ്റെ ആറ്റോമിക് നമ്പർ Z2 ആണ്. ആ വാല്യൂ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരം ചെയ്യാൻ പറ്റും. ദെൻ ഡി ബ്രോഗ്ലീസ് വേവ് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങൾ നോക്കൂ. ഒരു ക്രിക്കറ്റ് ബോളിൻ്റെ മാസും വേഗതയും തന്ന ശേഷം അതിൻ്റെ വേവ് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ചോദ്യം ചോദിക്കാം. അപ്പോൾ നിങ്ങൾ അറിയേണ്ടത് ഏത് വസ്തുവിൻ്റെയും വേവ് ലെങ്ത് കണ്ടുപിടിക്കാൻ ഡി ബ്രോഗ്ലി ഇക്വേഷൻ ഉപയോഗിക്കാം. ലാംഡ ഈക്വൽ ടു h/mv എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ. ദെൻ സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ഹെയ്സൺബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഒരു ചലിച്ചുകൊണ്ടിരിക്കുന്ന തീരെ ചെറിയ വസ്തുവിൻ്റെ പൊസിഷനും മൊമെൻറ്റവും ഒരുമിച്ച് കൃത്യമായി പറയാൻ പറ്റില്ല. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു പ്രെഡിക്ട് ദി എക്സാക്ട് പൊസിഷൻ ആൻഡ് മൊമെൻറ്റം ഓഫ് എ മൂവിങ് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ. അങ്ങനെ പറഞ്ഞാൽ പൊസിഷനിലുള്ള എറർ Δx ഇൻറ്റു മൊമെൻറ്റത്തിലെ എറർ ഡെൽറ്റ P ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4p ആയിരിക്കും. ദെൻ നിങ്ങൾ ഓർബിറ്റൽസിൽ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്തിരിക്കുന്ന 3 റൂൾസ് അറിഞ്ഞിരിക്കുക. ആ 3 റൂൾസും ഓഫ് ബാർ പ്രിൻസിപ്പിൾ, പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ആൻഡ് ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. ഈ 3 റൂൾസ് കൊടുത്തിരിക്കുക. ഇതൊരു എക്സാം ഇത് സ്ഥിരമായി ചോദിക്കാറുള്ളതാണ്. ഈ 3-ൽ ഏതെങ്കിലും ഒരു റൂൾ ഉറപ്പായും എക്സാമിന് കിട്ടേണ്ടതാണ്. ദെൻ ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ക്വാണ്ടം നമ്പേഴ്സ് എന്ന ഭാഗത്തു നിന്നായിരിക്കും. നോക്കൂ, എന്താണ് ക്വാണ്ടം നമ്പേഴ്സ് എന്ന് ചോദിക്കാം. ഒരു ആറ്റത്തിൽ ഇലക്ട്രോണിൻ്റെ പൊസിഷനും എനർജിയും ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നവയാണ് ക്വാണ്ടം നമ്പേഴ്സ്. ദേ ആർ ഫോറിൻ നമ്പേഴ്സ്. ഏതൊക്കെയാണ് ക്വാണ്ടം നമ്പേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാം. മെയിൻ ഷെല്ലിനെ കാണിക്കുന്ന പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, സബ് ഷെല്ലിനെ കാണിക്കുന്ന സബ്സിഡറി അല്ലെങ്കിൽ അസിമത്തൽ അല്ലെങ്കിൽ ആംഗുലാർ മൊമെൻറ്റം ക്വാണ്ടം നമ്പർ, ദെൻ ഓർബിറ്റലിനെ കാണിക്കുന്ന മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ, സ്പിൻ മോഷൻ കാണിക്കുന്ന സ്പിൻ ക്വാണ്ടം നമ്പർ. അതുപോലെ ഒരു ഇലക്ട്രോണിൻ്റെ 4 ക്വാണ്ടം നമ്പർ എഴുതാൻ, ഉദാഹരണം നിയോൺ ആറ്റത്തിലെ ലാസ്റ്റ് ഇലക്ട്രോണിൻ്റെ ക്വാണ്ടം നമ്പർ എഴുതാൻ ചോദിക്കാം. അല്ലെങ്കിൽ ഒരു സബ്ഷെല്ല് തന്ന ശേഷം അതിൻ്റെ ക്വാണ്ടം നമ്പേഴ്സ്, ഇപ്പോൾ 2p അതിൻ്റെ ക്വാണ്ടം നമ്പേഴ്സ് എഴുതാൻ ചോദിക്കാം. ഇത്തരം ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക. അതെല്ലാം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന് റേഡിയൽ നോഡുകളുടെയും ആംഗുലാർ നോഡുകളുടെയും എണ്ണം കണ്ടെത്തുന്ന ചോദ്യമാണ്. ഇലക്ട്രോൺ കാണപ്പെടാൻ ചാൻസ് ഇല്ലാത്ത റീജിയൻ ആണല്ലോ നോഡ്. നോഡ് ഈസ് എ റീജിയൻ വേർ ദർ ഈസ് 0 പ്രോബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോൺ. ഈ നോഡിൻ്റെ എണ്ണം ചോദിക്കാം. റേഡിയൽ നോഡുകളുടെ എണ്ണം കണ്ടെത്തുന്ന ഇക്വേഷൻ n-l-1, ആംഗുലാർ നോഡുകളുടെ എണ്ണം കണ്ടെത്തുന്ന ഇക്വേഷൻ L. ദെൻ എന്താണ് ഹാഫ് ഫിൽഡ് ആൻഡ് കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റൽസിൻ്റെ സ്റ്റെബിലിറ്റി കാരണം? സിമ്മട്രിക് ഇലക്ട്രോണിക് അറേഞ്ച്മെൻറ്റ്, അതുപോലെ എക്സ്ചേഞ്ച് എനർജി പാരാമീറ്റേഴ്സ്. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി പ്രോപ്പർട്ടീസ് എന്ന 3ാമത്തെ ചാപ്റ്റർ. വളരെ കുറച്ച് ചോദ്യങ്ങളേ ഉള്ളൂ. ഒന്ന്, വാട്ട് ഈസ് മോഡേൺ പീരിയോഡിക് ലാ? എലമെൻറ്റ്സിൻ്റെ പ്രോപ്പർട്ടീസ് അവരുടെ അറ്റോമിക് നമ്പറിൻ്റെ പീരിയോഡിക് ഫംഗ്ഷൻസ് ആണ് എന്ന് പറയുന്ന മോഡേൺ പീരിയോഡിക് ലാ. ദെൻ മോഡേൺ പീരിയോഡിക് ടേബിളിനെ പറ്റി ബ്രീഫായി എക്സ്പ്ലെയിൻ ചെയ്യാൻ. പീരിയോഡിക് ടേബിൾ മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതോറും അറ്റോമിക് സൈസ് കൂടുന്നു, വലത്തേക്ക് പോകുമ്പോൾ അറ്റോമിക് സൈസ് കുറയുന്നു. അതിൻ്റെ കാരണം താഴേക്ക് വരുമ്പോൾ ഷെല്ലുകളുടെ എണ്ണം കൂടുന്നത് കൊണ്ട് സൈസ് കൂടും, വലത്തേക്ക് പോകുമ്പോൾ ന്യൂക്ലിയർ ചാർജ് കൂടുന്നത് കൊണ്ട് സൈസ് കുറയും. ദെൻ വാട്ട് ഈസ് അയോണൈസേഷൻ എൻതാൽപ്പി? ഒരാറ്റത്തിൽ നിന്നും ഏറ്റവും ലൂസായി ബോണ്ട് ചെയ്തിരിക്കുന്ന ഇലക്ട്രോണിനെ വേർപെടുത്തിയെടുക്കാൻ വേണ്ടുന്ന എൻതാൽപ്പി, അയോണൈസേഷൻ എൻതാൽപ്പി. അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് പെനിട്രേറ്റിംഗ് പവർ, അറ്റോമിക് സൈസ്, പെനിട്രേറ്റിംഗ് പവർ, ഷീൽഡിംഗ് എഫക്ട്, ന്യൂക്ലിയർ ചാർജ്, കോൺഫിഗറേഷൻ. ഇത്ര അറിഞ്ഞിരിക്കുക. ചിലപ്പോൾ ചില ചോദ്യങ്ങൾ വരും. ഒരു എലമെൻറ്റ് തന്ന ശേഷം എന്തുകൊണ്ടാണ് ഇതിൻ്റെ അയോണൈസേഷൻ എൻതാൽപ്പി പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടിയിരിക്കുന്നത് അല്ലെങ്കിൽ കുറഞ്ഞിരിക്കുന്നത്? ഫോർ എക്സാമ്പിൾ ബെറിലിയം അയോണൈസേഷൻ എൻതാൽപ്പി എന്തുകൊണ്ട് കൂടിയിരിക്കുന്നു? നൈട്രജൻ എന്തുകൊണ്ട് അയോണൈസേഷൻ എൻതാൽപ്പി കൂടിയിരിക്കുന്നു? ബോറോൺ എന്തുകൊണ്ട് അയോണൈസേഷൻ എൻതാൽപ്പി കുറഞ്ഞിരിക്കുന്നു? ഇങ്ങനെയൊക്കെ ചോദ്യം വരാം. ഈ ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ എലമെൻറ്റ്സിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കുക, അതിനുശേഷം ഉത്തരം ചെയ്യുക. ഉദാഹരണം, ബോറോണിൻ്റെ അയോണൈസേഷൻ എൻതാൽപ്പി കൂടിയിരിക്കാൻ കാരണം കോൺഫിഗറേഷൻ 1s2 2s2. ലാസ്റ്റ് ഇലക്ട്രോൺ പെനിട്രേറ്റിംഗ് പവർ കൂടിയ എസ്സിലായതുകൊണ്ടാണ് അവിടെ നിന്ന് ഇലക്ട്രോണെ വേർപെടുത്താൻ ഒരുപാട് എനർജി കൊടുക്കേണ്ടി വരുന്നത്. ഇങ്ങനൊരു ചോദ്യം. ദെൻ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ആൻഡ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി തമ്മിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യുക. നോക്കൂ, ഒരു ആറ്റം കെമിക്കൽ ബോണ്ടിങ്ങിലായിരിക്കുമ്പോൾ പങ്കുവച്ചിരിക്കുന്ന ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യാനുള്ള കഴിവ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി, അതിനെ സ്വീകരിക്കാനുള്ള കഴിവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി.
ദെൻ ഫ്ലൂറിൻ്റെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്തുകൊണ്ട് ക്ലോറിനേക്കാൾ കുറഞ്ഞിരിക്കുന്നു? അതിൻ്റെ കാരണം ഫ്ലൂറിൻ്റെ സ്മാൾ സൈസ് മൂലം അതിലേക്ക് ഇലക്ട്രോൺസ് കയറുമ്പോൾ ഇൻ്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ ഉണ്ടാകുന്നു. അതാണ്. ദെൻ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എക്സ്പ്രസ് ചെയ്യാനുള്ള ഏതെങ്കിലും രണ്ട് സ്കെയിലുകൾ, പോളിംഗ് സ്കെയിൽ ആൻഡ് മുള്ളിക്കൺ സ്കെയിൽ. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ എലമെൻ്റ് ഏത്? ഫ്ലൂറിൻ. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയാണെങ്കിൽ ഫ്ലൂറിൻ അല്ല, ക്ലോറിനാണ്. ഓക്കെ. ദെൻ അതിൻ്റെ കാരണമാണ് നമ്മൾ പറഞ്ഞത് ഇൻ്റർ ഇലക്ട്രോൺ റിപ്പൾഷൻ. അടുത്തൊരു ചോദ്യം, എന്തുകൊണ്ടാണ് ഹാലജൻസിൻ്റെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി നെഗറ്റീവ് ആയിരിക്കുന്നത്, നോബൽ ഗ്യാസിൻ്റെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി പോസിറ്റീവ് ആയിരിക്കുന്നത്? ഹാലജൻസ് ഇലക്ട്രോൺസിനെ സ്വീകരിക്കുമ്പോൾ ലാർജ് എമൗണ്ട് ഓഫ് എനർജി റിലീസ് ചെയ്യും, അതുകൊണ്ട് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി നെഗറ്റീവ്. നോബൽ ഗ്യാസുകൾക്ക് ഇലക്ട്രോൺ എടുക്കാൻ പ്രയാസമാണ്, നിങ്ങൾ ആറ്റത്തിലേക്ക് എനർജി കൊടുക്കണം, അതുകൊണ്ട് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി പോസിറ്റീവ് ആയിരിക്കും. ദെൻ ഫോർത്ത് ചാപ്റ്റർ കെമിക്കൽ ബോണ്ടിങ്. നമ്മുടെ ഫോക്കസ് ഏരിയയിൽ ഇല്ല എങ്കിലും ഒക്ടറ്റ് റൂളിൻ്റെ ലിമിറ്റേഷൻ എന്നൊരു ചോദ്യം അവിടെ നിന്ന് വരാറുണ്ട്. നോക്കൂ, എന്താണ് ഒക്ടറ്റ് റൂൾ? ആറ്റങ്ങൾ കമ്പൈൻ ചെയ്ത് കോമ്പൗണ്ട്സ് ആയി മാറുന്നത് ഒക്ടറ്റ് കംപ്ലീറ്റ് ആകാനാണെന്നാണ് ഒക്ടറ്റ് റൂൾ പറയുന്നത്. പക്ഷേ ഇതിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് കേട്ടോ. 1 ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ്, 2 എക്സ്പാൻഡ് ഒക്ടറ്റ്, 3 ഓഡ് ഇലക്ട്രോൺ സ്പീഷീസ്, 4 നോബിൾ ഗ്യാസ് കോമ്പൗണ്ട്സിനെ ഫോം ചെയ്യുന്നു, അടുത്തത് മോളിക്യൂൾസിൻ്റെ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നീ ഒക്ടറ്റ് റൂൾസിൻ്റെ ലിമിറ്റേഷൻസ് നോക്കിക്കൊള്ളുക. മറ്റൊന്ന് VSEPR3 പോസ്റ്റുലേറ്റ്സ്. അതുപോലെ നമ്മൾ ഫോക്കസ് ഏരിയ ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്തിരുന്ന മോളിക്യൂൾസ് ഉണ്ടല്ലോ, BeCl2, BF3, CH4, PCl5, SF6, NH3, H2O, SF4, IF5, XCF4, SO2. ഈ കോമ്പൗണ്ട്സിൻ്റെ ഇത്രയും സ്ട്രക്ചർ VSEPR3 ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിങ്ങൾ അറിയുക. സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ മോളിക്യൂളിലെ സെൻട്രൽ ആറ്റം ഐഡൻറ്റിഫൈ ചെയ്യുക, ബോൺ പെയറിൻ്റെയും ലോൺ പെയറിൻ്റെയും എണ്ണം തിരിച്ചറിഞ്ഞ ശേഷം സ്ട്രക്ചർ പറയുക. അതുപോലെ ഒരു ടൈപ്പ് ഓഫ് മോളിക്യൂൾ തന്നിട്ട് അതിൻ്റെ എക്സാമ്പിൾ ചോദിക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ AB2E ടൈപ്പ് മോളിക്യൂൾ, ഇതിൻ്റെ എക്സാമ്പിൾ. അപ്പോൾ നിങ്ങൾ ആലോചിച്ചുള്ള ടൈപ്പ് ഓഫ് മോളിക്യൂൾ പറയുമ്പോൾ A എന്ന് പറയുന്നത് സെൻട്രൽ ആറ്റമാണ്, B എന്ന് പറയുന്ന ബോൺ പെയർ ആണ്, E എന്ന് പറയുന്ന ലോൺ പെയർ ആണ്. ഓക്കെ. അപ്പോൾ AB2 എന്ന് പറഞ്ഞാൽ 2 ബോൺ പെയറും 1 ലോൺ പെയർ ഉള്ള മോളിക്യൂൾ. ഇതാണ് ചോദ്യം. ഇപ്പോൾ SO2 പോലെ, അതാണ് ഉത്തരം. മറ്റൊരു ചോദ്യം, ഇപ്പോൾ AB3E 3 ബോൺ പെയർ 1 ലോൺ പെയറും, NH3 ആണ് ഉത്തരം. അപ്പോൾ ഇങ്ങനെ ടൈപ്പ് ഓഫ് മോളിക്യൂൾസ് ടൈപ്പ് ഓഫ് മോളിക്യൂൾ തന്ന ശേഷം അതിൻ്റെ എക്സാമ്പിളും ഷേപ്പും പറയാൻ വേണ്ടി ചോദിക്കാറുണ്ട്. ദെൻ VB തിയറി ഭാഗത്ത് നിന്ന് ഒറ്റ ചോദ്യം വരാൻ പറ്റൂ. അതിങ്ങനെയാണ്, എക്സ്പ്ലെയിൻ ദ ഫോർമേഷൻ ഓഫ് H2 മോളിക്യൂൾ യൂസിങ് VB തിയറി, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ VB തിയറി യൂസിങ് H2 മോളിക്യൂൾ. ഒന്നുകിൽ H2 മോളിക്യൂളിൻ്റെ ഫോർമേഷൻ VB തിയറി ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ VB തിയറി H2 മോളിക്യൂൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാം. ദെൻ ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരേണ്ട പോർഷൻ ഹൈബ്രിഡൈസേഷനും എമ്മോ തിയറിയാണ്. ഹൈബ്രിഡൈസേഷൻ അതിൻ്റെ ഫീച്ചേഴ്സ് ഓർത്തിരിക്കുക. ദെൻ ഹൈബ്രിഡൈസേഷൻ ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേകമായി ഞാൻ പറയുന്ന അത്രയും മോളിക്യൂൾസ്, 6 മോളിക്യൂൾസ്, BeCl2 അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ sp ആണ്. ദെൻ BF3 ഹൈബ്രിഡൈസേഷൻ sp2. ദെൻ CH4 സെൻട്രൽ ആറ്റത്തിൻ്റെ ഹൈബ്രിഡൈസേഷൻ sp3. ദെൻ C2H4ലെ sp2 ഹൈബ്രിഡൈസേഷൻ, C2H2ലെ sp ഹൈബ്രിഡൈസേഷൻ, NH3H2 രണ്ടും sp3 ഹൈബ്രിഡൈസേഷനാണ് അവരുടെ ഷേപ്പ്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ദെൻ എമ്മോ തിയറി. എമ്മോ തിയറിയുടെ പോസ്റ്റുലേറ്റ്സ് ചോദ്യമാണ്. വാട്ട് ആർ ദി പോസ്റ്റുലേറ്റ്സ് ഓഫ് എമ്മോ തിയറി? അറിയാമല്ലോ, ആറ്റങ്ങളിൽ ഇലക്ട്രോൺസ് കാണപ്പെടുന്നത് അറ്റോമിക് ഓർബിറ്റൽസിലാണെങ്കിൽ മോളിക്യൂളിൽ ആ ഇലക്ട്രോൺസ് കാണപ്പെടുന്നത് മോളിക്കുലാർ ഓർബിറ്റൽസിലാണ്. അറ്റോമിക് ഓർബിറ്റൽസിൻ്റെ കോമ്പിനേഷൻ വഴിയാണ് മോളിക്കുലാർ ഓർബിറ്റൽസ് ഉണ്ടാകുന്നത്. 2 അറ്റോമിക് ഓർബിറ്റൽ കമ്പൈൻ ചെയ്താൽ എനർജി കുറഞ്ഞൊരു മോളിക്കുലാർ ഓർബിറ്റലും എനർജി കൂടിയൊരു മോളിക്കുലാർ ഓർബിറ്റലും ഉണ്ടാകും. എനർജി കുറഞ്ഞത് ബോണ്ടിങ്, കൂടിയത് ആൻറ്റി ബോണ്ടിങ്. ഈ മോളിക്കുലാർ ഓർബിറ്റൽസിൽ ഇലക്ട്രോൺസ് ഫില്ലാകുന്നത് ഓഫ് പ്രിൻസിപ്പിൾ അനുസരിച്ചാണ്. ഇനി എമ്മോ ഡയഗ്രം ഉപയോഗിച്ചുകൊണ്ട് ബോണ്ട് ഓർഡർ കണ്ടെത്താൻ ചോദിക്കും. എമ്മോ കോൺഫിഗറേഷൻ ഉപയോഗിച്ചുകൊണ്ട് ബോണ്ട് ഓർഡർ കണ്ടെത്താൻ ചോദിക്കും. എമ്മോ കോൺഫിഗറേഷൻ എന്ന് ഓർത്തിരിക്കുക, σ1s, σ*1s, σ2s, σ*2s, σ2pz, π2px = π2py, π*2px = π*2py, σ*2pz. ഇവിടെ ഇലക്ട്രോൺ ഫില്ലാക്കി നിങ്ങൾ ബോണ്ട് ഓർഡർ കണ്ടുപിടിച്ച് സ്റ്റെബിലിറ്റിയും മാഗ്നറ്റിസവും പറയാൻ ചോദിക്കും. നോക്കൂ, അതിന് O2 മോളിക്യൂൾസ്, H2 മോളിക്യൂൾ, La2 മോളിക്യൂൾ, He2 മോളിക്യൂൾ, ഇത്രയും ചോദ്യങ്ങളാണ് വരാറുള്ളത്. O2, He2, H2, La2. ഈ 4 മാത്രമേ നമ്മുടെ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെട്ടിട്ടുള്ളൂ. ബോണ്ട് ഓർഡർ കണ്ടെത്താനുള്ള ഇക്വേഷൻ ½ × നമ്പർ ഓഫ് ബോണ്ടഡ് മൈനസ് നമ്പർ ഓഫ് ആൻറ്റി ബോണ്ടഡ് ഇലക്ട്രോൺസ്. ബോണ്ട് ഓർഡർ കൂടുന്തോറും സ്റ്റെബിലിറ്റി കൂടും. അപ്പോൾ ഒരു ചോദ്യം വരുന്നു, O2, O2 മൈനസ്, O2 മൈനസ്. ഇവരുടെ സ്റ്റെബിലിറ്റി കമ്പയർ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ബോണ്ട് ഓർഡർ കണ്ടെത്തുക. ബോണ്ട് ഓർഡർ കൂടുതൽ ആർക്കാണോ അയാൾക്കാണ് കൂടുതൽ സ്റ്റെബിലിറ്റി. ഇനി എമ്മോ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അത് പാരാമാഗ്നറ്റിക്, ഇല്ലെങ്കിൽ അത് ഡയാമാഗ്നറ്റിക്. റൈറ്റ്. ദെൻ ഒരു ചോദ്യം, എക്സ്പ്ലെയിൻ വൈ He2 മോളിക്യൂൾ ഡസ് നോട്ട് എക്സിസ്റ്റ്. എന്തുകൊണ്ടാണ് He2 മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യാത്തത്? നിങ്ങൾ ഈ എമ്മോ കോൺഫിഗറേഷൻ എഴുതി ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കുമ്പോൾ ബോണ്ട് ഓർഡർ 0 എന്ന് കിട്ടും. അതുകൊണ്ടാണ് He2 മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യാത്തത്. സോ 5th ചാപ്റ്റർ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ.
നോക്കൂ, സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ നിന്നും ചോദിക്കാവുന്ന ചോദ്യങ്ങൾ: ഒന്ന്, സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ബോയിൽസ് ലാ, അതുപോലെ ചാൾസ് ലാ. അറിയാമല്ലോ, കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ ഒരു ഗ്യാസിൻ്റെ വോളിയവും പ്രഷറും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറയുന്ന ബോയിൽസ് ലാ, ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ് വോളിയവും ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് പ്രഷറിൽ എടുത്താൽ എന്ന് പറയുന്ന ചാൾസ് ലാ. അപ്പോൾ കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ വോളിയവും പ്രഷറും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ, തിരിച്ച് കോൺസ്റ്റന്റ് പ്രഷറിൽ വോളിയവും ടെമ്പറേച്ചറും കെൽവിൻ സ്കെയിലർ ടെമ്പറേച്ചറും സമാനുപാതത്തിലാണെന്ന് പറയുന്ന ചാൾസ് ലാ. ഈ രണ്ട് നിയമങ്ങളുടെയും എക്സ്പ്രഷൻ, ആദ്യത്തേത് വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ 1/p, അടുത്തത് വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടി, മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ, അതുപോലെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. അത്രയും നോക്കി വയ്ക്കുക. ദെൻ അവഗാഡ്രോസ് ലോ എന്താണെന്ന്: ഈക്വൽ വോളിയൂംസ് ഓഫ് ആൾ ഗ്യാസസ് അണ്ടർ സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടെയ്ൻസ് ഈക്വൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, അല്ലെങ്കിൽ വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്ന അവഗാഡ്രോസ് ലോ. ദെൻ ഈ 3 ലാസ് ഉപയോഗിച്ചുകൊണ്ട് ചോദ്യം ഇങ്ങനെ വരാം: ഡിറൈവ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ, അല്ലെങ്കിൽ പ്രൂവ് ദാറ്റ് പി വി ഈസ് ഈക്വൽ ടു nRT, അല്ലേ? അപ്പോൾ നമുക്കറിയാം വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ 1/p, വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടി, വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു n. കണക്ട് ചെയ്യുമ്പോൾ വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/p ഇൻറ്റു ടി ഇൻറ്റു n, ദെൻ വി ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു 1/p ഇൻറ്റു ടി ഇൻറ്റു n, ദെൻ പി ഇപ്പുറത്ത് വരുമ്പോൾ പി വി ഈക്വൽ ടു nRT. ഇതാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ദെൻ കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രോബ്ലംസ്, അതായത് ഒരു ഗ്യാസ് 2 ഡിഫറൻറ്റ് കണ്ടീഷൻസിലാണ്. ആദ്യത്തെ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, അത് P1 V1 T1. രണ്ടാമത്തെ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ P2 V2 T2. ദെൻ P1 V1 ബൈ T1 സമം P2 V2 ബൈ T2. ഏതെങ്കിലും ഒന്ന് തരില്ല, ബാക്കി എല്ലാം കാണും, 5 എണ്ണം കാണും. നിങ്ങൾ 6ാമത്തെ ഫാക്ടർ കണ്ടുപിടിക്കണം. ദെൻ പോസ്റ്റുലേറ്റ്സ് ഓഫ് കൈനറ്റിക് മോളിക്കുലാർ തിയറി ഒരു 2-3 മാർക്കിൻ്റെ ചോദ്യങ്ങളായി ചോദിക്കാറുണ്ട്. കൈനറ്റിക് മോളിക്കുലാർ തിയറിയുടെ പോസ്റ്റുലേറ്റ്സ്: ഗ്യാസ് മോളിക്യൂൾസ്, ഒരു ഗ്യാസ് എടുത്താൽ ഗ്യാസസ് കൺസിസ്റ്റ് ഓഫ് ലാർജ് നമ്പർ ഓഫ് ഐഡന്റിക്കൽ പാർട്ടിക്കിൾസ് കാൾഡ് ആറ്റംസ് ഓർ മോളിക്യൂൾസ്, ആൻഡ് ദീസ് ഗ്യാസ് മോളിക്യൂൾസ് ഈ വളരെ അകലത്തിലാണല്ലോ, അല്ലേ? സോ ദർ ഈസ് നോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദീസ് ഗ്യാസ് മോളിക്യൂൾസ്. Then volume of gas molecules is negligible as compared to the empty space between them. Then gas molecules are always in random motion. During this movement they collide with each other as well as with the walls of the container. Pressure is exerted as a result of the collision of gas molecules on the walls of the container, and at variable time gas molecules have variable speed and kinetic energy. So it is only speak about average kinetic energy. It is directly proportional to absolute temperature. ഏതെങ്കിലും 4 പോയിന്റ് എഴുതി വെക്കുക, റൈറ്റ്? ദെൻ ചോദ്യം വരാറുള്ളത് മറ്റൊന്ന്: എക്സ്പ്ലെയിൻ വൈ റിയൽ ഗ്യാസസ് ഡീവിയേറ്റ്സ് ഫ്രം ഐഡിയാലിറ്റി. കൈനറ്റിക് മോളിക്കുലാർ തിയറിയിലുള്ള 2 ഫോൾട്ടി അസംഷൻസ് മൂലം, അതായത് ഹൈ പ്രഷറിലും ലോ ടെമ്പറേച്ചറിലും ഗ്യാസ് മോളിക്യൂൾസ് അടുത്തേക്ക് വരും, അപ്പോൾ അവർക്കിടയിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കാണും, അതുപോലെ എം ടി സ്പേസ് കുറയും. അപ്പോൾ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ വോളിയം നെഗ്ലിജിബിളായി, അതുപോലെ അവർക്കിടയിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വന്നു. ഇങ്ങനെ 2 കൈനറ്റിക് മോളിക്കുലാർ തിയറിയിലുള്ള 2 അസംഷൻസ് തെറ്റി, അല്ലേ? ദർ ഈസ് നോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ഗ്യാസ് മോളിക്യൂൾസ് എന്ന് പറഞ്ഞതും, വോളിയം ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ഈസ് നെഗ്ലിജിബിൾ ആസ് കമ്പയർഡ് ടു ദ empty space between them എന്ന് പറഞ്ഞതും തെറ്റി. അതുകൊണ്ടാണ് ഇവർ ഡീവിയേറ്റ് ചെയ്യുന്നത്. ശരി, വാട്ട് ഈസ് കംപ്രസിബിലിറ്റി ഫാക്ടർ? ഒരു ഐഡിയൽ ഗ്യാസിനെ സംബന്ധിച്ച് പി വി ഈക്വൽ ടു nRT അല്ലേ? പി വി ബൈ nRT അറിയപ്പെടുന്ന പേര് കംപ്രസിബിലിറ്റി ഫാക്ടർ. ചോദ്യം: അല്ലെങ്കിൽ റൈറ്റ് വാൻ ഡെർ വാൾസ് ഇക്വേഷൻ ഓർ മോഡിഫൈഡ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ആൻഡ് എക്സ്പ്ലെയിൻ ദി ടേംസ്. ഓർത്തിരിക്കുക, വാൻ ഡെർ വാൾസ് ഇക്വേഷൻ പറയുന്നത് P + n² ബൈ V² ഇൻറ്റു V - NB സമം nRT. ടേംസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കും. ഓക്കെ, ബാക്കി എല്ലാം അറിയാം. എയും ബിയും വാൻ ഡെർ വാൾസ് ഫാക്ടേഴ്സ് ആണ്. എയും ബിയും 0 ആയാൽ റിയൽ ഗ്യാസസ് ഐഡിയലിനെ പോലെ ബിഹേവ് ചെയ്യും. സോ ദെൻ തെർമോഡൈനാമിക്സ്. തെർമോഡൈനാമിക്സിൽ ടൈപ്പ് ഓഫ് സിസ്റ്റങ്ങളിൽ നിന്ന് ഏറ്റവും പ്രധാനമായി ചോദിക്കാൻ സാധ്യത ക്ലോസ്ഡ് സിസ്റ്റവും ഐസൊലേറ്റഡ് സിസ്റ്റവുമാണ്. ഒരു സിസ്റ്റത്തിൽ നിന്നും സറൗണ്ടിങ്ങിലേക്ക് എനർജിയും മാറ്ററും പോയാൽ അത് ഓപ്പൺ സിസ്റ്റം, എനർജി മാത്രം പോകുന്നു, മാറ്റർ പോകുന്നില്ല എങ്കിൽ ക്ലോസ്ഡ് സിസ്റ്റം, രണ്ടും പോയില്ലെങ്കിൽ ഐസൊലേറ്റഡ് സിസ്റ്റം. ദെൻ സ്റ്റേറ്റ് ഫംഗ്ഷൻസും പാത്ത് ഫംഗ്ഷൻസും തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞിരിക്കുക. ഇനിഷ്യൽ സ്റ്റേറ്റിനെയും ഫൈനൽ സ്റ്റേറ്റിനെയും മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നവ സ്റ്റേറ്റ് ഫംഗ്ഷൻസ്. വർക്ക് പോലെ, ഹീറ്റ് അബ്സോർബറിനെ പോലെ പാത്തിനെ കൂടി ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസിൻ്റെ പേര് പാത്ത് ഫംഗ്ഷൻസ്. ദെൻ കുറേ പ്രോപ്പർട്ടീസ് തന്ന ശേഷം അവയെ ക്ലാസിഫൈ ദി പ്രോപ്പർട്ടി ഫോളോയിങ് ഇൻ ടു ഇൻറ്റൻസീവ് ആൻഡ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ്. സ്ഥിരം ചോദ്യമാണ് കേട്ടോ. ഒന്നുകിൽ റൈറ്റ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻറ്റൻസീവ് ആൻഡ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് എന്നൊരു ചോദ്യം, അല്ലെങ്കിൽ ക്ലാസിഫൈ ദി ഫോളോയിങ് പ്രോപ്പർട്ടീസ് ഇൻ ടു ഇൻറ്റൻസീവ് ആൻഡ് എക്സ്റ്റെൻസീവ് എന്നൊരു ചോദ്യം. അപ്പോൾ അറിഞ്ഞിരിക്കുക, എമൗണ്ട് ഓഫ് മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന മാസ്, വോളിയം, ദെൻ ലെങ്ത്, പ്രഷറൊക്കെ കണക്കുള്ള ആൾക്കാരെല്ലാം എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ്. എന്നാൽ മെൽറ്റിംഗ് പോയിന്റ് പോലെ, ബോയിലിംഗ് പോയിന്റ് പോലെ, ഡെൻസിറ്റി പോലെ, സർഫസ് ടെൻഷൻ പോലെ എമൗണ്ട് ഓഫ് മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത പ്രോപ്പർട്ടീസ് ഇൻറ്റൻസീവ്. ദെൻ വാട്ട് ഈസ് ഇൻറ്റേർണൽ എനർജി? ഒരു സിസ്റ്റത്തിൻ്റെ ടോട്ടൽ എനർജിയുടെ പേരാണ് ഇൻറ്റേർണൽ എനർജി. മറ്റൊരു ചോദ്യം: സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. എന്താണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്? ഫസ്റ്റ് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഇങ്ങനെ പറയാം: ഡെൽറ്റ യു, ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ഡെൽറ്റ യു സമം Q+W എന്ന് പറയാം. ഇൻറ്റേർണൽ എനർജി ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ് കേട്ടോ. ശരി, അപ്പോൾ ഫസ്റ്റ് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: ഡെൽറ്റ യു സമം Q+W.
അല്ലെങ്കിൽ പറയാം എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്, എനർജി ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ എനർജി ഓഫ് ദി യൂണിവേഴ്സ് റിമെയിൻസ് കോൺസ്റ്റന്റ്. ദെൻ വാട്ട് ഈസ് എൻതാൽപ്പി? എൻതാൽപ്പി റെഫേഴ്സ് ടോട്ടൽ ഹീറ്റ് കണ്ടന്റ് ഓഫ് എ സിസ്റ്റം. ഡെൽറ്റ എച്ച് എൻതാൽപ്പി ചേഞ്ച് ഡെൽറ്റ എച്ച് സമൻ ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി, അല്ലെങ്കിൽ ഡെൽറ്റ എച്ച് സമൻ ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ആർ ടി. ദെൻ വാട്ട് ഈസ് എൻതാൽപ്പി ഓഫ് എ റിയാക്ഷൻ? ഇറ്റ് ഈസ് ദി എൻതാൽപ്പി ചേഞ്ച് ഡ്യൂറിങ് എ റിയാക്ഷൻ. അതെങ്ങനെ കണ്ടുപിടിക്കാം? എൻതാൽപ്പി ഓഫ് പ്രോഡക്റ്റ് മൈനസ് എൻതാൽപ്പി ഓഫ് റിയാക്ടൻ്റ് എടുത്താൽ മതി. ദെൻ ചിലപ്പോൾ ഒരു ചോദ്യം തരും, അതിലെ എല്ലാ റിയാക്ടൻറ്റിൻ്റെയും പ്രോഡക്റ്റിൻ്റെയും എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ തരും, എന്നിട്ട് വാട്ട് ഈസ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് ചോദിക്കും. അപ്പോൾ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് പ്രോഡക്റ്റ് മൈനസ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് റിയാക്ടൻ്റ് എടുത്താൽ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ കിട്ടും. റൈറ്റ്, ശരി. ദെൻ ഹെസ്ല ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആയിരിക്കേണ്ടതാണ്. വാട്ട് ഈസ് ഹെസ്ല? ഹെസസ്ല വായിച്ചുള്ളൂ. എന്താണ് ഹെസസ്ല? ഹെസസ്ല പറയുന്നത് ഒരു റിയാക്ഷൻ ഒരു സ്റ്റെപ്പിലൂടെയോ അല്ലെങ്കിൽ ഒന്നിലേറെ സ്റ്റെപ്പിലൂടെയോ നടന്നാൽ ടോട്ടൽ എൻതാൽപ്പി സെയിം ആയിരിക്കും. അതുകൊണ്ട് ഒരു റിയാക്ഷൻ്റെ എൻതാൽപ്പി ചേഞ്ച് എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു റിയാക്ഷൻ ഒന്നിലേറെ സ്റ്റെപ്പിലൂടെ നടക്കുകയല്ലേ. സോ അപ്പോൾ ഒരു റിയാക്ഷൻ എൻതാൽപ്പി ചേഞ്ച് എന്ന് പറയുന്നത് അതിൻ്റെ കോൺസിക്യൂട്ടീവ് റിയാക്ഷൻസിൻ്റെ എൻതാൽപ്പി ചേഞ്ചിൻ്റെ സം ആയിരിക്കും. ഓക്കെ, ശരി. ദെൻ ഇത് സ്റ്റേറ്റ് ചെയ്യാൻ ചോദിക്കും, അതുപോലെ ഇല്ലുസ്ട്രേറ്റ് ചെയ്യാൻ ചോദിക്കും. ഇല്ലുസ്ട്രേറ്റ് ഹെസ്ല എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒന്നുകിൽ ഞാൻ പറഞ്ഞു തന്ന എക്സാമ്പിൾ ഉപയോഗിച്ച് തെർമോഡൈനാമിക്സിൻ്റെ ക്ലാസ് 1 പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ എക്സാമ്പിൾ എന്ന് പറയുന്നത് C+O2 ഗീവ് CO2ൻ്റെയും CO+12O2 ഗീവ് CO2ൻ്റെയും എൻതാൽപ്പി തന്ന ശേഷം C+12O2 ഗീവ് COയുടെ എൻതാൽപ്പി കണ്ടുപിടിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അത് ഉപയോഗിച്ച് ചെയ്യാം. അല്ലെങ്കിൽ A ഗീവ്സ് D, ദെൻ A B ആകുന്നു, B C ആകുന്നു, C D ആകുന്നു. അങ്ങനെ 3 സ്റ്റെപ്പുകളിലൂടെ A D ആയി മാറുന്നതിൻ്റെയും കൂടി എൻതാൽപ്പി വെച്ച് കമ്പയർ ചെയ്ത് ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യം വെച്ച് വേണമെങ്കിലും എഴുതാം. ദെൻ സ്പോണ്ടേനിറ്റി. എന്താണ് സ്പോണ്ടേനിയസ് പ്രോസസ് എന്നൊരു ചോദ്യം വരാം. വാട്ട് ഈസ് സ്പോണ്ടേനിയസ് പ്രോസസ്? Spontaneous process is a continuous process which can be stopped or reversed by applying some external energy. ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് സ്പോണ്ടേനിയസ് പ്രോസസ്. അത് സ്റ്റോപ്പ് ചെയ്യണമെങ്കിലോ റിവേഴ്സ് ചെയ്യണമെങ്കിലോ നിങ്ങളൊരു എക്സ്റ്റേണൽ എനർജി കൊടുക്കേണ്ടതായിട്ട് വരും. റൈറ്റ്. ദെൻ മറ്റൊരു ചോദ്യം, സ്പോണ്ടേനിറ്റിക്ക് വേണ്ടുന്ന കണ്ടീഷൻസ് എന്തെല്ലാം? ഒന്ന്, ഡിക്രീസ് ഇൻ എൻതാൽപ്പി. എൻതാൽപ്പി ചേഞ്ച് ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആകണം. എൻതാൽപ്പി ചേഞ്ച് നെഗറ്റീവ് ആകണമെങ്കിൽ നമുക്ക് 2 തരം റിയാക്ഷൻസ് അറിയാമല്ലോ, എൻഡോതെർമിക് റിയാക്ഷൻസും എക്സോതെർമിക് റിയാക്ഷൻസും. ഇതിലെ എൻഡോതെർമിക് റിയാക്ഷൻസിനെ സംബന്ധിച്ച് അതിൻ്റെ എൻതാൽപ്പി ചേഞ്ച് പോസിറ്റീവാണ്. എക്സോതെർമിക് റിയാക്ഷൻസിൻ്റെ എൻതാൽപ്പി ചേഞ്ച് നെഗറ്റീവാണ്. അപ്പോൾ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആകണമെങ്കിൽ എൻതാൽപ്പി ചേഞ്ച് നെഗറ്റീവ് ആകണം. സോ എക്സോതെർമിക് റിയാക്ഷൻസ് ആയിരിക്കും സ്പോണ്ടേനിയസ്. അവരുടെ എനർജി പ്രൊഫൈൽ ഡയഗ്രാം വരയ്ക്കാൻ ചോദിക്കും. ദെൻ ചോദിക്കാം. ദെൻ എൻട്രോപ്പി ചേഞ്ച് പോസിറ്റീവ് ആകണം. രണ്ടാമത്തെ കണ്ടീഷൻ, ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആകാനുള്ള സെക്കൻഡ് കണ്ടീഷൻ എൻട്രോപ്പി ചേഞ്ച് പോസിറ്റീവ് ആകണം. ഇതൊരു ലോ ആണ്. അവിടെ നിന്നൊരു ചോദ്യം വരാം, വാട്ട് ഈസ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്? ഫോർ ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം, ഇൻക്രീസ് ഇൻ എൻട്രോപ്പി ഈസ് ദ നാച്ചുറൽ ഡയറക്ഷൻ ഓഫ് സ്പോണ്ടേനിറ്റി. ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തെ സംബന്ധിച്ച് എൻട്രോപ്പി എങ്ങോട്ടാണോ കൂടുന്നത് അങ്ങോട്ടാണ് സ്പോണ്ടേനിയസ് പ്രോസസ്സിൻ്റെ ഡയറക്ഷൻ. ദെൻ മറ്റൊരു ചോദ്യം ഇവിടുന്ന്, വാട്ട് ഈസ് തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്? ഒരു പ്യുവർ ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസിനെ നിങ്ങൾ തണുപ്പിച്ച് അബ്സല്യൂട്ട് സീറോയിൽ എത്തിച്ചാൽ അതിൻ്റെ എൻട്രോപ്പി 0 ആകും. Entropy of a pure crystalline substance approaches to 0 at absolute 0. That is third law of thermodynamics. Then ഇവിടുന്ന് മറ്റൊരു ചോദ്യം വരാറുള്ളത്, ഒരാളുടെ എൻട്രോപ്പി ചേഞ്ച് നെഗറ്റീവ് ആണെന്ന് പറയും. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അയണിൻ്റെ ഓക്സിഡേഷൻ നടക്കുമ്പോൾ എൻട്രോപ്പി ചേഞ്ച് നെഗറ്റീവ് ആണ്. നമ്മൾ പറഞ്ഞു എൻട്രോപ്പി ചേഞ്ച് പോസിറ്റീവ് ആണെങ്കിൽ ആ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആവുന്നതെന്ന്. അയണിൻ്റെ ഓക്സിഡേഷൻ നടക്കുമ്പോൾ എൻട്രോപ്പി ചേഞ്ച് നെഗറ്റീവ് ആണ്, എന്നിട്ടും ആ റിയാക്ഷൻ എന്തുകൊണ്ട് സ്പോണ്ടേനിയസ് ആയി എന്നൊരു പ്രോബ്ലം വരാം. അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എൻട്രോപ്പി ഓഫ് സിസ്റ്റം ആയിരിക്കും ചോദ്യത്തിൽ തന്നിരിക്കുക. എൻട്രോപ്പി ഓഫ് സറൗണ്ടിങ് Q/T എന്ന ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടെത്തുക. റൈറ്റ്. അപ്പോൾ ടോട്ടൽ എൻട്രോപ്പി ചേഞ്ച് പോസിറ്റീവ് ആകുന്നത് കൊണ്ടാണ് ആ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആകുന്നതെന്ന് ആൻസർ ചെയ്യുക. ദെൻ മൂന്നാമത്തേത്, ഗിബ്സ് എനർജി ചേഞ്ച് നെഗറ്റീവ് ആകുക. ഗിബ്സ് എനർജി എന്താണെന്ന് ചോദ്യം വരാം. ഇറ്റ് ഈസ് അവൈലബിൾ എനർജി ഫ്രം എ സിസ്റ്റം. ദെൻ ഗിബ്സ് ഹെൽമോൾട്ട്സ് ഇക്വേഷൻ എഴുതാൻ ചോദിക്കാം. ഡെൽറ്റ ജി സമം ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് എന്നുള്ളതാണ് ഗിബ്സ് ഹെൽമോൾട്ട്സ് ഇക്വേഷൻ. മറ്റൊരു ചോദ്യം, ഒരു റിയാക്ഷൻ്റെ എൻതാൽപ്പി ചേഞ്ചും എൻട്രോപ്പി ചേഞ്ചും തന്ന ശേഷം ആ റിയാക്ഷൻ ഏത് ടെമ്പറേച്ചറിൽ സ്പോണ്ടേനിയസ് ആകുമെന്ന് ചോദിക്കും. ഗിബ്സ് എനർജി ചേഞ്ച് നെഗറ്റീവ് ആകുന്ന ടെമ്പറേച്ചർ ഏതാണെന്ന് കണ്ടുപിടിക്കുക. ആ ടെമ്പറേച്ചറിലായിരിക്കും ആ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആകുക. അതുപോലെ സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജി ചേഞ്ച് കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങൾ വരാം. ഡെൽറ്റ ജി 0 സമം -2.03 RT log Kc എന്ന ഇക്വേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജി ചേഞ്ച് കണ്ടുപിടിക്കാം. ദെൻ നമ്മൾ ലാസ്റ്റ് ചാപ്റ്റർ ഫസ്റ്റ് ടെക്സ്റ്റിലെ അവസാനത്തെ ചാപ്റ്റർ ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയത്തിൽ നിന്ന് ചോദിക്കാവുന്ന മോഡൽ ചോദ്യങ്ങൾ നോക്കൂ. 1, എന്താണ് ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം? വാട്ട് ഈസ് ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം? ഒരു രാസപ്രവർത്തനത്തിൽ പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ റേസ് ടു ദെയർ നമ്പർ ഓഫ് മോൾസ് ബൈ റിയാക്ടൻ്റെ കോൺസെൻട്രേഷൻ റേസ് ടു ദെയർ നമ്പർ ഓഫ് മോൾസ് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. പേര് ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം. എങ്ങനെയാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് കണ്ടെത്തുക?
പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ റേസ് ടു ദിയർ നമ്പർ ഓഫ് മോൾസ് ബൈ റിയാക്ടൻ്റെ കോൺസെൻട്രേഷൻ റേസ് ടു ദിയർ നമ്പർ ഓഫ് മോൾസ്. അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലങ്ങൾ നോക്കിയിരിക്കുക. ദെൻ അവിടുന്ന് അടുത്ത ചോദ്യം, വാട്ട് ഈസ് ഹോമോജീനിയസ് ആൻഡ് ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയം? റിയാക്റ്റൻറ്റുകളും പ്രോഡക്റ്റുകളും ഒരേ ഫേസിലാണെങ്കിൽ ഹോമോജീനിയസ്, ഡിഫറൻറ്റ് ഫേസിലാണെങ്കിൽ ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയം. വാട്ട് ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കെ പി ആൻഡ് കെ സി? അല്ലെങ്കിൽ അത് ഡിറൈവ് ചെയ്യാൻ കെ പി സമം കെ സി ഇൻറ്റു ആർ ടി റേസ് ടു ഡെൽറ്റ എൻ. ഇവിടുത്തെ ഡെൽറ്റ എൻ ഓർത്തിരിക്കുക, നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രൊഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് റിയാക്റ്റൻറ്റ്. വാതകാവസ്ഥയിലുള്ള പ്രൊഡക്റ്റുകളുടെ എണ്ണം മൈനസ് വാതകാവസ്ഥയിലുള്ള റിയാക്റ്റൻറ്റുകളുടെ എണ്ണം. ശ്രദ്ധിക്കുക, ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലം ചെയ്യുമ്പോൾ ആറിൻ്റെ വാല്യൂ എപ്പോഴും 0.083 ആയിട്ടാണ് എടുക്കേണ്ടത് അല്ലേ. നമുക്ക് ജൂൾ പെർ മോളിലുള്ളതല്ല വേണ്ടുന്നത് കേട്ടോ, അതുകൊണ്ടാണ് അതല്ല വേണ്ടുന്നത്, അതുകൊണ്ടാണ് പ്രഷർ ടേംസിലല്ല വേണ്ടുന്നത്. ദെൻ മറ്റൊന്ന് ആസിഡ് ബേസ് കൺസെപ്റ്റുകളുമായി ബന്ധപ്പെട്ട 3 ആസിഡ് ബേസ് കൺസെപ്റ്റുകൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാം. ഫോർ എക്സാമ്പിൾ അറീനിയസ് കൺസെപ്റ്റ് എന്താണെന്ന് ചോദിക്കാം. ലോറി ബ്രോൺസർ കൺസെപ്റ്റ് ഫോർ ആസിഡ് ആൻഡ് ബേസ്, ലൂയിസ് കൺസെപ്റ്റ്. അറീനിയസ് കൺസെപ്റ്റ് അനുസരിച്ച് H+നെ കൊടുക്കുന്ന ആസിഡ്, OH- കൊടുക്കുന്ന ബേസ്. ലോറി ബ്രോൺസർ കൺസെപ്റ്റ് അനുസരിച്ച് പ്രോട്ടോൺ H+നെ കൊടുക്കുന്ന ആസിഡ്, H+നെ സ്വീകരിക്കുന്ന ബേസ്. ലൂയിസ് കൺസെപ്റ്റ് അനുസരിച്ച് ഇലക്ട്രോൺ പെയറിനെ കൊടുക്കുന്നത് ബേസ്, സ്വീകരിക്കുന്ന ആസിഡ്. ഈ കൺസെപ്റ്റ് ചോദിക്കാം. അല്ലെങ്കിൽ ഓരോ ചോദ്യം, കുറേ ആസിഡുകളെ കുറേ പേരെ തന്ന ശേഷം ഇതിൽ ആരാണ് അറീനിയസ് ആസിഡ്, ആരാണ് അറീനിയസ് ബേസ്? H+നെ കൊടുക്കാൻ കഴിയുന്നതിനെ തിരിച്ചറിയുക, അറീനിയസ് ആസിഡ്. OH- കൊടുക്കാൻ കഴിയുന്നതിനെ തിരിച്ചറിയുക, അറീനിയസ് ബേസ്. ലോറി ബ്രോൺസർ കൺസെപ്റ്റ് എന്ന് പറയുന്ന ചോദ്യം, ഒരേ സ്പീഷീസ് തന്ന ശേഷം അതിൻ്റെ കോഞ്ചുഗേറ്റ് ആസിഡ് അതുപോലെ കോഞ്ചുഗേറ്റ് ബേസ് എഴുതാൻ ചോദിക്കും. തന്നിരിക്കുന്ന സ്പീഷീസിൽ നിന്നും ഒരു H+ അങ്ങ് കുറവ് ചെയ്യുക. ഇപ്പോൾ വാട്ടറിൽ നിന്ന് H+ പോയാൽ പിന്നെ OH-, അങ്ങനെ H+ കുറച്ചാൽ കിട്ടുന്നത് കോഞ്ചുഗേറ്റ് ബേസ്. ഒരു H+ ആഡ് ചെയ്യുക, അപ്പോൾ വാട്ടറിലേക്കാണെങ്കിൽ ഒരു H+ ആഡ് ചെയ്യുന്നു, H3O+, അത് കോഞ്ചുഗേറ്റ് ആസിഡ്. കോഞ്ചുഗേറ്റ് ആസിഡ് ബേസ് ഇങ്ങനെ കണ്ടെത്താം. ലൂയിസ് കൺസെപ്റ്റിൽ നിന്ന് മറ്റൊരു ചോദ്യം ചോദിക്കാവുന്നത്, തന്നിരിക്കുന്നതിൽ ആരാണ് ലൂയിസ് ആസിഡ്, ലൂയിസ് ബേസ്? നോക്കൂ, ലൂയിസ് ആസിഡുകൾ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയ ആളുകൾ അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജ് ഉള്ളവർ. ലൂയിസ് ബേസുകൾ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ലോൺ പെയർ ഉള്ളവർ അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് ഉള്ളവർ. ദെൻ അയോണിക് പ്രൊഡക്റ്റ് ഫോർ വാട്ടർ. വാട്ടറിൽ അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ്റെ പ്രൊഡക്റ്റ്, കോൺസെൻട്രേഷൻ ഓഫ് H+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH- വാല്യൂ 10⁻⁻14. വാട്ട് ഈസ് pH സ്കെയിൽ? ഇതൊരു ചോദ്യമാണ്. അപ്പോൾ pH സ്കെയിൽ എന്നുള്ള ചോദ്യങ്ങൾ ഒരുപാട് ചോദിക്കാറുണ്ട്. ഒരു സൊല്യൂഷനകത്തുള്ള H+ അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ്റെ നെഗറ്റീവ് ലോഗരിതമാണ് pH. pH ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ലോഗ് H+. pH സ്കെയിലിൻ്റെ വാല്യൂ 0 മുതൽ 14 വരെയാണ്. 7 pH ഉള്ളവർ ന്യൂട്രൽ, 7നേക്കാൾ കുറയുമ്പോൾ അസിഡിറ്റി കൂടും, 7നേക്കാൾ കൂടുമ്പോൾ ബേസിറ്റി കൂടും. 2 രൂപത്തിൽ മറ്റൊരു ചോദ്യം വരാം. ഒരു സൊല്യൂഷനകത്തുള്ള H+ അയോണിൻ്റെ കോൺസെൻട്രേഷൻ തന്നിട്ട് pH കണ്ടുപിടിക്കാൻ ചോദിക്കും. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് നെഗറ്റീവ് ലോഗ് H+ ഉപയോഗിച്ച് ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിൾ, ദി കോൺസെൻട്രേഷൻ ഓഫ് H+ അയോൺസ് ഇൻ എ സാമ്പിൾ ഓഫ് സോഫ്റ്റ് ഡ്രിങ്ക് ഈസ് 3 × 10⁻⁻4 മോളാർ എന്ന മറ്റു തരും. എന്നിട്ട് അതിൻ്റെ pH കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ സാമ്പിളിനകത്തുള്ള H+ൻ്റെ കോൺസെൻട്രേഷൻ ഡയറക്റ്റ് തന്നിരിക്കുകയാണ്. സോ നെഗറ്റീവ് ലോഗ് H+ ഉപയോഗിച്ച് ഡയറക്റ്റ് കണ്ടുപിടിക്കുക. ചിലപ്പോൾ ചോദ്യം വരാറുള്ളത് ഒരു സൊല്യൂഷൻ ആയിരിക്കും. ഇപ്പോൾ HCl സൊല്യൂഷൻ, അതിൻ്റെ pH കണ്ടുപിടിക്കാൻ ചോദിക്കും. 1 × 10⁻⁻8 മോളാർ HCl സൊല്യൂഷൻ. കാൽക്കുലേറ്റ് ദി pH ഓഫ് 1 × 10⁻⁻8 മോളാർ HCl സൊല്യൂഷൻ. അപ്പോൾ നിങ്ങൾ HCl എന്ന് വരുന്ന H+ കൊടുക്കണം, സൊല്യൂഷൻ ആയതുകൊണ്ട് വാട്ടറിൽ നിന്ന് വരുന്ന H+ കൊടുക്കണം. HCl എന്ന് വരുന്നത് 1 × 10⁻⁻8 മോളാർ H+, വാട്ടറിൽ നിന്ന് വരുന്നത് 10⁻⁻7 മോളാർ H+. രണ്ടും കൂടെ കൂട്ടിയാണ് ടോട്ടൽ H+ൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ നെഗറ്റീവ് ലോഗരിതം എടുക്കുമ്പോഴാണ് pH കിട്ടുക. ദെൻ വളരെയധികം ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ് ബഫർ സൊല്യൂഷൻസ്. എന്താണ് ബഫർ സൊല്യൂഷൻസ്? വാട്ട് ആർ ബഫർ സൊല്യൂഷൻസ്? ദീസ് ആർ സൊല്യൂഷൻസ് വിച്ച് ക്യാൻ റെസിസ്റ്റ് ദി ചേഞ്ച് ഇൻ pH. pHൽ ഉണ്ടാകുന്ന ചേഞ്ചിനെ തടയാൻ കഴിയുന്നവയാണ് ബഫർ സൊല്യൂഷൻസ്. ബഫർ സൊല്യൂഷൻസിൻ്റെ എക്സാമ്പിൾ ചോദിക്കാം. ഹ്യൂമൻ ബ്ലഡ് ഒരു ബഫർ സൊല്യൂഷനാണ്. ദെൻ അഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ അസിഡിക് ബഫർ ആൻഡ് ബേസിക് ബഫർ. എന്താണ് അസിഡിക് ബഫർ? pH 7നേക്കാൾ കുറവുള്ളവ. ഇറ്റ്സ് എ മിക്സർ ഓഫ് വീക്ക് ആസിഡ് ആൻഡ് ഇറ്റ് സാൾട്ട് വിത്ത് എ സ്ട്രോങ് ബേസ്. എക്സാമ്പിൾ CH3COOH + CH3CONA. അപ്പോൾ എന്താണ് ബേസിക് ബഫർ? pH 7നേക്കാൾ കൂടുതലുള്ളവ. ഒരു വീക്ക് ബേസും അതൊരു സ്ട്രോങ് ആസിഡുമായിട്ട് ഉണ്ടാക്കുന്ന സാൾട്ടും. എക്സാമ്പിൾ NH4OH + NH4Cl. റൈറ്റ്. സോ ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ 7 ചാപ്റ്ററുകളുടെയും ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളും അവയിൽ ഒട്ടുമിക്കതിൻ്റെയും ആൻസറും വളരെ വേഗത്തിൽ പങ്കുവച്ചിട്ടുണ്ട്. കൂട്ടുകാർ ഈ എല്ലാ ചോദ്യങ്ങളും ഒന്ന് കേട്ട് നന്നായി പഠിക്കുക. ഒപ്പം ഈ ചോദ്യങ്ങൾ ചെയ്ത് പരിശീലിക്കുക. കൂടുതൽ സംശയങ്ങൾ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോക്കസ് ഏരിയ ക്ലാസ്സുകൾ കാണുക. ആ ക്ലാസ്സുകളുടെ കമൻറ്റ് ബോക്സിൽ തന്നിരിക്കുന്ന ചോദ്യങ്ങൾ കൂടി ചെയ്ത് പരിശീലിക്കുക. ആ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ തീർക്കാനായി ക്ലാസ് ഉപയോഗിക്കുന്നതിനൊപ്പം കമൻറ്റ് ബോക്സിൽ തന്നെ ഗൂഗിൾ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്ത ക്ലാസ് നോട്ടിൻ്റെ ലിങ്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആ നോട്ട് കൂടി കണ്ട് കൂട്ടുകാരെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. വിഷ് യു ഓൾ സക്സസ്. നന്നായി തയ്യാറെടുത്ത് മുഴുവൻ മാർക്ക് നേടുക.